സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ നിസാൻ ഗ്രാവൈറ്റിൻ്റെ മൂന്നാമത്തെ വീഡിയോ ഉണ്ട് ചെയ്യണേ. അതായത് നമ്മൾ ഏറ്റവും ആദ്യം അസെൻഡ എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് ചെയ്തു. പിന്നെ അതുപോലെ വിസിയ എന്ന് പറഞ്ഞ വേരിയൻറ്റ് ചെയ്തു. ഇത് എൻകണക്റ്റ് ആണ്. എൻകണക്റ്റ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ഇനി ടെക്ന എന്ന് പറഞ്ഞ വേരിയൻ്റ് ഉണ്ട്, അതായത് ഫുൾ ഓപ്ഷൻ. ഇത് മിഡിൽ ഓപ്ഷനായിട്ട് വരും, അതായത് മൂന്നാമത്തെ ഓപ്ഷനാണ്. താഴേന്ന് ഞാൻ പറയാം. താഴേന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ ബേസ് താഴെ, അത് കഴിഞ്ഞിട്ട് അസെൻഡ, അത് കഴിഞ്ഞിട്ട് എൻകണക്റ്റ, പിന്നെ അതുപോലെ ടെക്ന, പിന്നെ ഒരു ലിമിറ്റഡ് എഡിഷൻ വരുന്നുണ്ട്. അതിന് സൈഡിൽ കുറച്ച് ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു വണ്ടി. അപ്പം നമുക്കെല്ലാം ഈ പേൾ വൈറ്റ് കളറാണ് ഇപ്പോൾ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് കിട്ടിയത്. ഞാൻ എടുത്ത വണ്ടി, സ്വന്തം വണ്ടിയാണത്, അസെൻഡ. പിന്നെ 2 വണ്ടി നമ്മൾ ഷോറൂമിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അപ്പം എൻ്റെ ഫുൾ ഓപ്ഷൻ ബ്ലാക്ക് ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. മുന്നേ ഉണ്ടായിരുന്നു, ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയതാണ്. ഓരോ മാസം വണ്ടി ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് അസെൻഡയുടെ മുകളിൽ വരുന്നതാണ്. അതായത് നമ്മൾ നേരത്തെ വിസിയെ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് അസെൻഡ പറഞ്ഞു. ഇത് എൻകണക്റ്റ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ഇതിന് പ്രത്യേകിച്ച് പറയാനായിട്ട് ഇതിന് ഫ്രണ്ടിൽ ഹാലജൻ തന്നെയാണ് വരുന്നത്. ബാക്കി 2 ഓപ്ഷൻ്റെയും പോലെ, ഞാൻ നേരത്തെ റിവ്യൂ ചെയ്യുന്ന 2ൻ്റെയും പോലെ തന്നെ ഹാലജൻ ലൈറ്റാണ് വരുന്നത്. പ്രൊജക്റ്റഡ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ഫുൾ ഓപ്ഷനിലാണ്. അത് LED ആയിരിക്കും കേട്ടോ, LED ഹെഡ്ലൈറ്റാണ്. പിന്നെ ഫോഗ് ലാമ്പ് ഉണ്ടാവും. ഇതിന് ഫോഗ് ലാമ്പില്ല. നമ്മൾ നേരത്തെ ചെയ്ത 2 വണ്ടിക്കും ഫോഗ് ലാമ്പ്സ് വരുന്നില്ല. പിന്നെ ഇതിനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മിററിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് മിററിൽ വരുന്നുണ്ട്, 2 സൈഡും വരുന്നുണ്ട്. നമ്മുടെ വണ്ടിയുടെ മറ്റ് 2 വണ്ടിയുടെ സെൻറ്ററിൽ ഇവിടെ വരിക, ഈ ഭാഗത്തായിട്ട് വരാം. അപ്പം ഇനി നമുക്കിതിൻ്റെ എൻജിൻ സ്പെസിഫിക്കേഷനൊക്കെ ഞാൻ അസെൻഡയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 1000 cc ആണ് ഈ വണ്ടി. എന്നിരുന്നാലും ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി വിശദമായിട്ട് നമ്മൾ ഓരോ വീഡിയോയിലും നമ്മൾ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഡോർ കേട്ടോ. ഇപ്പോൾ അകത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വന്നേ, അസെൻഡയിലുള്ള പോലെ തന്നെ അല്ലേ കളർ ടോൺ കൊടുത്തിരിക്കുന്നത്. അപ്പം അപ്പോൾ ഇതിൻ്റെ കളറ് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബേജാണ്. പറയട്ടെ. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്രീം ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഇൻറ്റീരിയർ വരുന്നത് കേട്ടോ. അപ്പം ഇതിൽ പിന്നെ അഡീഷണൽ ആയിട്ട് മറ്റേത് ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ കളറാണെങ്കിൽ ഇവിടെ ക്രീം ആൻഡ് ബ്ലാക്ക് ആണ് വരുന്നത്. ഇത് അസെൻഡയുടെ അല്ലെങ്കിൽ വിസിയുടെ ഒക്കെ അതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന വേരിയൻറ്റ് എൻകണക്റ്റ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. അപ്പം ഇതിനിവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ അസെൻഡയിൽ ബാക്കി 2 ഓപ്ഷനിലും ഇല്ലാത്തതെന്ന് വെച്ചാൽ ഇവിടെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ബാക്ക്, അതായത് 4 ഡോർ പവർ വിൻഡോ ആണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിലെ 2 വിൻഡോ ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ, ആ സ്വിച്ച് ഉണ്ട്. പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ മറ്റതുപോലെ തന്നെയെന്ന് പറയാൻ പറ്റില്ല, ചെറിയ വ്യത്യാസമുണ്ട്. അതായത് സ്റ്റിയറിംഗിൻ്റെ ഒരു സ്റ്റിച്ചിങ് വ്യത്യാസമുണ്ട് അല്ലേ, സ്റ്റിച്ചിങ് വ്യത്യാസമുണ്ട്. പിന്നെ കൺട്രോൾസൊക്കെ അതുപോലെയൊക്കെ തന്നെ. ക്രൂയിസ് കൺട്രോൾ ഇതിൻ്റെ ഫുൾ ഓപ്ഷനിൽ വരുന്നുണ്ട്, അതായത് ടെക്നാൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അത് നമ്മുടെ അസെൻഡയിലുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. വിസിയയിൽ ഇങ്ങനെ ഒരു സാധനം വരുന്നില്ല, അത് ബ്ലാക്ക് ആണ്. അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക്, അതായത് വിസിയ, അതായത് ഇതിൻ്റെ ബേസ് വേരിയൻറ്റ്, അതായത് ഓൺ റോഡ് പ്രൈസ് 6,78,000 വരുന്നതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാം. പിന്നെ അസെൻഡയുടെ അതിൻ്റെയും ലിങ്ക് താഴെ ഇട്ടേക്കാം കേട്ടോ. അപ്പം സുഹൃത്തുക്കളെ, അതായത് ഞാൻ നമ്മുടെ വിസിയ നോക്കിയപ്പോൾ കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇതിങ്ങനെ ഓപ്ഷൻ തുറക്കാൻ പറ്റില്ല എന്നുള്ളത്. വിസിയുടെ അതുപോലെ അസെൻഡയുടെ ഒന്നും ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം ഒരുപാട് വൈഡായിട്ടുള്ള സ്ഥലങ്ങളല്ല, അത്യാവശ്യം നമുക്ക് ഡോക്യുമെൻറ്റുകൾ സൂക്ഷിക്കാം. ഇത് കൂൾഡ് ഗ്ലോ ബോക്സ് ആണോ എന്നുള്ളത് അറിയില്ല, ഏതോ ഫുൾ ഓപ്ഷനിലാണെന്നാണ്. താഴത്തെ ഡാഷ്ബോർഡ്, ഈ ആ ഒരു പാർസൽ ട്രേ നമുക്ക് കൂള് ചെയ്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇതിൽ എൻകണക്റ്റിൽ അത് വരുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അതായത് നമ്മുടെ ടെക്നയല്ല, എൻകണക്റ്റയുടെ ഗിയർ നോബ് വ്യത്യാസമാണ്. കുറച്ച് ഒരു ഗ്ലോസി കളറിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി വന്നിട്ട് ഇവിടെ ഒരു പാർസൽ ട്രേ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു പാർസൽ ട്രേ വന്നിട്ടുണ്ട് കണ്ടോ. നമ്മുടെ വണ്ടിയിൽ ബാക്കി 2 വേരിയൻറ്റിലും അതില്ല. അതായത് ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് മേടിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കണം.
പിന്നെ നമ്മുടെ ബാക്കിലെ ബ്ലോവർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ച്, അതായത് ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ച് കൂടി ഉണ്ട്. ചെറിയൊരു നോബാണ്. അപ്പോൾ നമ്മൾ പാർസൽ ട്രേയുടെ കാര്യമാണ് പറഞ്ഞത്. രണ്ട് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യാം. ഇതിൽ ജസ്റ്റ് നമുക്ക് വാലറ്റ്, പിന്നെ അതുപോലെ കോയിൻസ് ഒക്കെ, അല്ലെങ്കിൽ ചെറിയ ചെറിയ പേഴ്സുകളൊക്കെ വെക്കാം. സെപ്പറേറ്റ് ആയിട്ട് കമ്പാർട്ട്മെന്റ് തിരിച്ചിട്ടുണ്ട്. ഇത് ഇതിന്റെ യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് എനിക്കറിയില്ല. പക്ഷേ പിന്നെ ഇവിടെയാണ് അതിന്റെ സ്വിച്ച് കേട്ടോ. നമ്മുടെ രണ്ട് വണ്ടിയിലും ആ ഒരു ഓപ്ഷൻ ഇല്ല. ഇവിടെ ചെറിയൊരു പേപ്പറും കാര്യങ്ങളൊക്കെ വെക്കാം. നല്ലതൊരു അടിപൊളി ഒരു ഓപ്ഷനാണ്. മാക്സിമം സ്പേസ് കിട്ടുക എന്നുള്ളതാണല്ലോ നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം. പിന്നെ വന്നിട്ട് ഈ ഒരു 3 നോബിനും എന്താണ് ഒരു സിൽവർ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു റിങ് കൊടുത്തിട്ടുണ്ട്, കാണുമ്പോൾ മനസ്സിലാവും. റിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഒരു ചെറിയൊരു സ്വിച്ച് എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള എയർ എടുക്കാനും അകത്തുനിന്നുള്ള എയർ സർക്കുലേറ്റ് ചെയ്യാനും, അത് മാറ്റിയിടാം മോഡ്. പിന്നെ ബാക്കി ഇതൊക്കെ തന്നെ. ബാക്കി സ്റ്റിച്ചിങ് വ്യത്യാസമുണ്ട്, ചെറിയ വ്യത്യാസമുണ്ട് വേറെ സുഹൃത്തുക്കൾ. പിന്നെ ഇവിടെ നമ്മുടെ ഈ എന്താ പറയുക, എൻ കണക്റ്റയിൽ വന്നപ്പോൾ ഗിയറിൻ്റെ ഈ നോബ് ഒരു സ്റ്റീൽ ഫിനിഷ്, പിന്നെ അതുപോലെ ഇതിൻ്റെ ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ഇതൊക്കെ ചെറിയ ചെറിയ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ പറയുന്നുള്ളൂ. പിന്നെ നമുക്ക് വാനിറ്റി മിറർ ഇവിടെ വരുന്നില്ല. അപ്പുറത്തുണ്ടാകുന്ന അവിടെ അപ്പുറത്തൊരു മിറർ വരുന്നുണ്ട് കേട്ടോ. അപ്പുറത്തൊരു മിറർ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകതയാണ്. അതായത് എൻ കണക്റ്റ് തുടങ്ങിയ മോഡലിലേക്ക് അങ്ങനെ ഒരു മിറർ വരുന്നുണ്ട്. ഫോട്ടോ ഡിമ്മിങ് ഉള്ളതാണെന്ന് അറിയില്ല, നിങ്ങൾ നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഡിസ്പ്ലേ ഒക്കെ സെയിം ആണ്. കീ ഇപ്പോൾ ഇതിലില്ല. കീ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ പോലെ തന്നെ കീ ആയിരിക്കുള്ളൂ. ഇനി ബാക്കിലേക്ക് പോയാലോ. ഇതാണ് എൻ്റെ ഒരു ശബ്ദം. ഇപ്പോൾ 7 സീറ്റർ വാഹനമാണ്. സബ് 4 മീറ്റർ വാഹനമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പലരും പറയുന്നുണ്ട് എന്താണ് ഒരു ചെറിയ വാഹനത്തിൽ സീറ്റ് കുറേ ഇടിച്ച് കയറ്റി അങ്ങനെ വെച്ചേക്കാണെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഞാൻ പറഞ്ഞതെല്ലാം യൂസർ റിവ്യൂ ആണ്. പിന്നെ മറ്റുള്ള ഓപ്ഷൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നിട്ട് ഷോറൂമിൽ വന്ന് വിസിറ്റ് ചെയ്ത് ചെയ്യാണ്. അപ്പം സീറ്റ് ഇടിച്ച് കയറ്റി അങ്ങനെ വെച്ചേക്കണമെന്നല്ല. കാരണം അത് ചെയ്തതിന് ക്യാബിൻ ഫോർവേഡ് എന്നുള്ള ഒരു ഡിസൈനിങ്, അതായത് ബോണറ്റ് സ്പേസ് കുറച്ചിട്ട് ക്യാബിൻ സ്പേസ് കൂട്ടിയേക്കാണ്. ബോണറ്റ് സ്പേസ് ആവശ്യമില്ലാത്ത കുറേ എൻജിൻ കോമ്പോണൻസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ചെറിയൊരു എൻജിനാണ് കയറ്റിയാണ്. കുഴപ്പമൊന്നുമില്ല. 1000 cc ഒരു ഫാമിലിക്ക്, ഒരു 5, 6, 7 പേര് അടങ്ങുന്ന ഫാമിലിക്ക് സുഖമായിട്ട് സിറ്റി ഡ്രൈവിനും ലോങ് ഡ്രൈവിനും പറ്റിയ വണ്ടിയാണ്. വലിയ എമൗണ്ടിലേക്കൊന്നും നമുക്ക് വലിയൊരു ബഡ്ജറ്റൊന്നും ഇട്ടിട്ട് എടുക്കേണ്ട ആവശ്യം വന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ വണ്ടി എവിടെയാണ് കറക്റ്റ് പ്ലേസ് ചെയ്തേക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ചോ. പിന്നെ സുഹൃത്തുക്കളെ, ഇതിൻ്റെ ഡോറ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം സെയിം ആണ് കേട്ടോ. അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇത് പവർ വിൻഡോ ആണ്. പവർ വിൻഡോയുടെ സ്വിച്ച് കണ്ടോ. 4 ഡോർ പവർ വിൻഡോ. എൻ കണക്റ്റയിൽ 4 ഡോർ പവർ വിൻഡോ. പിന്നെ അതുപോലെ 4 ഡോറിലും സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതേത് സ്പീക്കേഴ്സാണെന്നൊക്കെ ഞാൻ നോക്കിയിട്ട് പറയാം. പിന്നെ അടയ്ക്കുമ്പോൾ ഇതെല്ലാം കൂടി ഒറ്റ ദിവസം എടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് എനിക്ക് എൻ്റെ അപ്പിയറൻസ് ഒന്നും വ്യത്യാസമില്ല. അപ്പോൾ പിന്നെ എന്താണ് ബൈ ചാൻസ് വന്നാണ് അതിൻ്റെ ഒരു ഡ്രസ് കോഡ്. എൻ്റെ വണ്ടിയുടെ റിവ്യൂ ചെയ്തപ്പോഴും ഈ വണ്ടി ചെയ്തപ്പോഴൊക്കെ ഓരോ ഡ്രസ്സ് തന്നെ ആയിപ്പോയി. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ വൈപ്പർ വാഷ് കാണാം. ഇവിടെ ഒരു വൈപ്പർ വാഷ് കാണാം. ഡീഫോഗർ ഉണ്ട്. പിന്നെ അതുപോലെ ബാക്ക് വൈപ്പർ വരുന്നുണ്ട്. അതായത് അസെൻറ്റയിൽ ഇല്ല. ഇതിൻ്റെ തൊട്ട് താഴത്തെ വേരിയൻറ്റിൽ ബാക്ക് വൈപ്പർ വരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഫുൾ ഓപ്ഷനിൽ മാത്രമാണ് ബാക്ക് വൈപ്പർ വരാമെന്നുള്ളതാണ്. അല്ല, ഇത് എൻ കണക്റ്റയിൽ ബാക്ക് വൈപ്പർ വരുന്നുണ്ട്. പിന്നെ പിന്നെ ഇത് LED ടൈൽ ലാമ്പാണ് കേട്ടോ. അതായത് ഫ്രണ്ട് ഹാലജൻ ആണെങ്കിൽ ഇത് ഈ എൻ കണക്റ്റയുടെ ടൈൽ ലാമ്പ് LED ആണ്. LED. അപ്പോൾ ഒന്ന് സ്മോക്കിങ് ചെയ്തിട്ടുണ്ട്. അത് സ്മോക്ക് ചെയ്ത ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ബാക്കിൽ നമുക്ക് പറയാനായിട്ടുള്ളത് ഇവിടെ ഒരു ക്യാമറ വരുന്നുണ്ട്. ഇവിടെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് റിവേഴ്സ് ക്യാം വരുന്നുണ്ട്. അതാണ് ഈ കാണുന്നത്. റിവേഴ്സ് ക്യാം വരുന്നുണ്ട്. പിന്നെന്താണ് ഓക്കെ. സൈലൻസറുകളിലൊന്നും പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ സുഹൃത്തുക്കളെ, അപ്പോൾ ഇതിൽ ഒരു അടിയിൽ, അതായത് നമ്മുടെ മറ്റു വേരിയൻറ്റിലില്ല, ഒരു റിഫ്ലക്ടർ വെച്ചിട്ടുണ്ട്. ഒരു റെഡ് റിഫ്ലക്ടർ ഏറ്റവും അടിയിൽ 2 സൈഡിലുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഈ റിവ്യൂ കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് തുറക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കാത്ത കാര്യമാണ്. കാരണം ഇതിൻ്റെ കീ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ മറ്റ് 2 വേരിയൻറ്റിൽ എത്രയാണ് സ്പേസ്, ബാക്ക് സ്പേസ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണുക. അത്യാവശ്യം കുഴപ്പമില്ല. ഒരു 220
ലിറ്റർ ഇരിക്കാൻ പറ്റുന്ന ഒരു ഗ്യാപ്പേ അവിടെ ഉള്ളൂ. ഒരു 220 ലിറ്ററൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ സീറ്റ് എടുത്ത് മാറ്റാം. അതൊക്കെ ഞാൻ അസൻറ്റയിൽ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. സീറ്റ് എടുത്ത് മാറ്റണമെങ്കിൽ മാറ്റാം, അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇതാണ് നമ്മളെ ഫോൾഡ് ചെയ്തിട്ട് കയറുന്ന സീറ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ പിടിച്ചിട്ട് മറ്റു 2 വേരിയൻറ്റിലും. അപ്പം നമുക്കിത് ഇവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സീറ്റ് ഇങ്ങോട്ട് മടക്കിയിട്ടാണ് കേട്ടോ കയറുന്നത്. പിന്നെ ഇത് അവിടെ ഒരു ചാർജിങ് സോക്കറ്റ് ഫുൾ ഓപ്ഷൻ ഉണ്ട്. അതായത് ടെക്നാല് ഒരു ഫുൾ ഇതിവിടെ ഞാൻ കാണിച്ചു തരാം. ഇതിവിടെ ഞാൻ അസൻറ്റയുടെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞത് ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. അത് ഇതിൻ്റെ ഫുൾ ഓപ്ഷനിൽ. ഇത് അത്യാവശ്യം മാന്യമായിട്ടുള്ള സ്പേസാണ് ഈ കാണുന്നത്. ഇതിനകത്ത് സീറ്റ് കുത്തിയൊന്നും നിറച്ചിട്ടില്ല, അങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് മറ്റു കമൻറ്റുകളിലൊക്കെ ഞാൻ കണ്ടത്. അങ്ങനത്തെ പ്രശ്നങ്ങളും അത്യാവശ്യം ന്യായമായിട്ട് ഇരുന്ന് പോവുക. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കാലെടുത്ത് നമ്മൾ അങ്ങോട്ട് പറക്കണ വണ്ടിയൊന്നുമല്ല, കുറച്ച് ചെറിയൊരു എഞ്ചിനാണ്. ഇന്നോവയും എർട്ടിഗയും വെച്ചൊന്നും കമ്പയർ ചെയ്യണ്ട, കാരണം അത്ര വലിയ എഞ്ചിനൊന്നുമല്ല. പക്ഷേ ഉള്ള ഇത് കൊണ്ട് ഓണം പോലെ, അതായത് ഈ പറഞ്ഞ പൈസക്ക്. അപ്പോൾ ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസും ഓൺ റോഡ് പ്രൈസും പറഞ്ഞുതരട്ടെ ഇപ്പോൾ. കഴിഞ്ഞല്ലോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ വീഡിയോ ഏകദേശം അതിൻ്റെ പേരായി. എന്തായാലും ഞാൻ അതിൻ്റെ പ്രൈസ് പറയാം കേട്ടോ. പ്രൈസ് കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ കറണ്ട് പ്രൈസ്, അതായത് ഇന്നത്തെ 26/5/2026 പ്രൈസ് ഇപ്പോൾ പറയാം. ഈ റൂഫ് റെയിൽ ഇതിനൊപ്പം വരുന്നതാണ് കേട്ടോ. എൻകണക്റ്റയുടെ കൂടെ വരുന്നതാണ്. ഏകദേശം 9000 വരും ഇതിൻ്റെ പെയറിന്. അപ്പോൾ നമ്മുടെ അസൻറ്റയിൽ ഇത് വരുന്നില്ല. ഇത് മേടിച്ച് വെക്കാൻ വേണ്ടി ഞാൻ റേറ്റ് വെച്ചപ്പോൾ 9000 ആണ് അതിൻ്റെ ഒരു പെയറിന് വരിക. കമ്പനി സാധനമാണ്. ഒരു 50 കിലോ വരെ നമുക്കിത് ക്യാരി ചെയ്യാൻ പറ്റും. അപ്പോൾ കമ്പനി പറയുന്നത് 50 ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 60 കിലോ ഒക്കെ 70 കിലോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ബെഡ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് കെട്ടി വെച്ച് കൊണ്ടുപോകാം. നല്ല സീറ്റിംഗ് ആണ്. പിന്നെ സസ്പെൻഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബട്ടർ സ്മൂത്ത് സസ്പെൻഷൻ നമുക്ക് പറയാം. നമ്മുടെ ഈ ഏതാണ് റെനോൾട്ടിൻ്റെ ഡസ്റ്ററില്ലേ, ആ ഡസ്റ്ററും ഇതിൻ്റെ സസ്പെൻഷനും ഏകദേശമൊക്കെ എന്താണ് അതിൻ്റെ ഒരു കംഫർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശമൊക്കെ സെയിം ആണ്. ഡസ്റ്ററിൻ്റെയും പഴയ ഡസ്റ്ററിൻ്റെയും ഇപ്പോൾ ഇതിൽ വന്നേക്കണ സസ്പെൻഷനും ഇത് വലിയ വ്യത്യാസമില്ല. അപ്പം ബട്ടർ സ്മൂത്ത് സസ്പെൻഷനാണ്. അപ്പോൾ ഡസ്റ്റർ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കുക. ഡസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ളവർ, അതിൽ യാത്ര ചെയ്തവർക്കും അറിയാം ആ ഒരു കംഫർട്ട് എന്താണെന്നുള്ളത്. പിന്നെ അതെ ആ ഒരു സസ്പെൻഷൻ ഇതുണ്ടോ, ഇത്രയും വെയിറ്റുള്ള വണ്ടിയാണ്, നല്ല വെയിറ്റുള്ള വണ്ടിയാണ്. അപ്പോൾ അതിനൊരു ആക്ഷൻ നമുക്ക് ആ ഒരു ഇതിൽ പാസഞ്ചേഴ്സ് ഇരുന്ന് പോകുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അത് അനുഭവിച്ച് തന്നെ അറിയാം. ഓഫ് റോഡൊക്കെ പോകുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, അടിപൊളിയാണ്. പിന്നെ ഇതിന്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 7,20,000. ഓൺ റോഡിക്ക് വരുമ്പോൾ 8,61,000 രൂപ വരും. 8,61,000. 7,20,000 എക്സ്ഷോറൂം പ്രൈസ്. 8,61 ഓൺ റോഡ് പ്രൈസ്. അപ്പൊ അത്രയും പൈസ കയറിയാണ്. എന്താ ഫാസ്ടാഗ് 900 അങ്ങനെ. നമ്മുടെ അസൻറ്റയ്ക്ക് 89,000 അല്ലേ? അത് വേരിയന്റ് കുറഞ്ഞല്ലേ. അത് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ഷോറൂം റേറ്റ് 6,59 അല്ലേ ഉള്ളൂ. ഇത് 7,20 ആകുമ്പോ റോഡ് ടാക്സ് 94, 10 രൂപ അധികം വരും. പിന്നെ ഇതിന്റെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 9,31 7,80 എക്സ്ഷോറൂം വരും. 9,33 ഓൺ റോഡും വരും. വെച്ചോളൂ പേപ്പർ, അല്ല പറയുമ്പോൾ തെറ്റണ്ട അറിയാം. അതെ. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കുറച്ച് നല്ല എഫേർട്ട് ഇട്ടിട്ട് എടുത്ത വീഡിയോ ഉണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എനിക്കൊരു 6 month ആയ ഒരു മോനുണ്ട്, അവനെയും കൂടി, കാരണം വൈഫാണ് ക്യാമറ ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അവനെ ഒന്ന് കറക്റ്റ് ചെയ്ത് എടുക്കാനും ഒക്കെ ഒത്തിരി സമയമെടുത്തു. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 8:30 മണിയായി രാത്രി. ഈ ടൈമിൽ ഈ ഷോറൂം നല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യണോണ്ടാണ്. അപ്പം നിങ്ങൾക്ക് വാഹനങ്ങൾ ഈ പറഞ്ഞ നമ്മുടെ എന്താണ് നിസാൻ ഗ്രാവൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. സോണുണ്ട്, അതേപോലെ പ്രബിനുണ്ട്, പിന്നെ അതുപോലെ ശാലിനി, അങ്ങനെയുള്ള ഒരുപാട് എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ടാവും. നമുക്ക് നമ്മുടെ ഒരു അനുഭവം. അപ്പോൾ ടയർ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ഓപ്ഷനിലാണ് ആ ഒരു ടയറിൻ്റെ പ്രത്യേകത ഉള്ളത്. അതായത് വീൽ ഡിസ്കിൻ്റെ ആ ഡിസ്ക് ഉണ്ടല്ലോ, അതിന് പ്രത്യേകതകളുണ്ട്. അത് വീൽ കപ്പിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അതിന് ഞാൻ
അതായത് ടെക്ന കാണിക്കുമ്പോൾ ഇത് അൺകണക്റ്റ് ആണ്, ടെക്ന കാണിക്കുമ്പോൾ അത് വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിലും 14 ഇഞ്ചാണ്, മറ്റേതിൽ മാത്രമാണ് 15 ഇഞ്ച് ടയേഴ്സ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഷോർട്ട് ബ്രേക്ക്.